പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആമേൻ. ലെ സിറിയൻ കുടിയേറ്റം കേരള സുറിയാനി സഭയുടെ രണ്ടാം അടിസ്ഥാനം എന്ന പ്രഭാഷണ പരമ്പരയുടെ മൂന്നാം ഭാഗമായ ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വിഷയം സുറിയാനി സഭയ്ക്കുണ്ടായ ഈ 345 കുടിയേറ്റം കൊണ്ടുണ്ടായ നേട്ടങ്ങളെ പറ്റിയാണ്. ഈ വിഷയത്തെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. ക്നായ്തോമൻ ചെപ്പേടുകൾ 1, രണ്ടാമത് എഡേസ അഥവാ ഉറഹ എന്ന നഗരത്തിൻ്റെ പ്രശസ്തി, 3 ഈ കുടിയേറ്റത്തിൽ നിന്നും മലങ്കര സഭയ്ക്കുണ്ടായ നേട്ടങ്ങൾ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ ചരിത്രകാരന്മാർ ജൂത ചെപ്പേട് എന്ന് വിളിക്കുന്നത് സാക്ഷാൽ ക്നായ്തോമായ്ക്ക് കൊടുത്ത ചെപ്പേടുകൾ തന്നെ എന്ന് പലവിധമായ തെളിവുകൾ കൊണ്ട് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം ഇവിടെ പറഞ്ഞു പോകുവാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഈ പ്രഭാഷണത്തിൻ്റെ അവസാനം എൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് തരാം. അവിടെ ദീർഘമായ വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചെപ്പേഡിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയും കൊടുത്തിട്ടുണ്ട്. ഈ ചെപ്പേഡ് ഗ്രന്ഥ എന്ന് പറയുന്ന ലിപിയിലാണ് എഴുതപ്പെട്ടത്. ഇത് 1830 ആദ്യമായും ശരിയായും ബ്രിട്ടീഷുകാരായ 3 പെലിയോഗ്രാഫർ, അതായത് പുരാതന ഭാഷാ പണ്ഡിതർ തർജ്ജമ ചെയ്യുകയുണ്ടായി. 3 പേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ തർജ്ജമ ചെയ്തപ്പോൾ ഒരേ തർജ്ജമയാണ് കിട്ടിയത്. അതുകൊണ്ട് തർജ്ജമയിൽ ഇവർക്ക് തെറ്റി എന്ന് വരുന്നില്ല. പക്ഷേ ചാൾസ് ഫിഷ് മാത്രമാണ് ഇത് മറ്റ് വളരെ പ്രബലമായ തെളിവുകളോടുകൂടി ഇത് ജൂത ചെപ്പേഡല്ല, ഇത് മറ്റെന്തോ ആണ്, സുറിയാനിക്കാരുടെ ചെപ്പേഡാകാനാണ് സാധ്യത എന്ന് തന്നെ സമർത്ഥിച്ചിരിക്കുന്നു. അതുകൂടാതെ മറ്റ് സാഹചര്യപരമായ തെളിവുകളും കൊണ്ടും നമുക്ക് ഇത് ക്നായ്തോമായ്ക്ക് ചെരമാൻ പെരുമാൾ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ചെപ്പേഡ് തന്നെ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിൻ്റെ മലയാള പരിഭാഷ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതിപ്രകാരമാണ്: സ്വസ്തി ശ്രീ രാജാധിരാജൻ കൽപ്പിച്ചിരിക്കുന്നു. രാജാ ശ്രീ ഭാസ്കര ഇരവിവർമ്മൻ 1000 പ്രദേശങ്ങളുടെ മേൽ തൻ്റെ രാജചെങ്കോൽ വിരാജിച്ചു വാഴും നാളുകളിൽ 2-ാം ചക്രത്തിനു മേൽ 3-ാം ആണ്ടിൽ താൻ മുയിരിക്കോട്ടയിൽ ഇരിക്കുന്ന നാളിൽ ഒരു പട്ടയം നൽകുന്നത് എന്തെന്നാൽ, യൗസേപ്പ് റമ്പാനിൽ നിന്നും തൻ്റെ ജനങ്ങളിൽ നിന്നും 5 തായ്വഴികൾ വഴിയായി തൻ്റെ ബന്ധുക്കളിൽ നിന്നും തൻ്റെ ഉന്നതിക്കൊത്ത സ്തുത്യുപഹാരങ്ങളും ഭയഭക്തിയും ആദരവും വണക്കവും നമ്മുടെ രാജപദവിക്കൊത്ത അനുഷ്ഠാനങ്ങളും നാം ഈടാക്കുന്നു. അവർക്ക് നാം അനുവദിക്കുന്നത് എന്തെന്നാൽ, 5 തരത്തിൽ പേർ വഹിക്കുവാൻ ഉള്ള ബഹുമതിയും പകൽ വിളക്കും പാവാടയും പല്ലക്കും കുടയും തകിലും കുഴലും മുരശും ശരീരത്തിന്മേൽ മാലയും നഗരത്തിന്മേൽ തോരണവും, കൂടാതെ സൗജന്യ സ്വത്തായി 72 വേറിട്ട വീടുകൾ മുഴുവനായും നാം കൊടുത്തിരിക്കുന്നു. ഇവമേലുള്ള സർവ്വകരങ്ങളും തീരുവകളും മുഴുവനായും നാം ഇളവ് ചെയ്തിരിക്കുന്നു. മറ്റ് പട്ടണങ്ങളിലുള്ള വീടുകൾക്കും പള്ളികൾക്കും അപ്രകാരം തന്നെ ഇളവ് ചെയ്തിരിക്കുന്നു. ഈ കരാറിലുള്ള ഇളവുകളുടെയും ബഹുമതികളുടെയും ഉറപ്പിനായി ഒരു ചെമ്പ് പട്ടയവും നാം എഴുതിച്ചു വേറെ കൊടുത്തിരിക്കുന്നു. ഇവ അനുഭവിക്കേണ്ടിയവർ ആരെന്നാൽ, യൗസേപ്പ് റമ്പാൻ താനും 5 വഴികളിലായി, അതായത് പരമ്പരാഗത ക്രമമായി തൻ്റെ പിൻഗാമികളും, അതായത് തൻ്റെ ആൺമക്കളും തൻ്റെ പെൺമക്കളും തൻ്റെ അനന്തരവരും പെൺമക്കളുടെ അനന്തരവരും തുടർച്ചയായി അനുഭവിച്ച് ആസ്വദിക്കുവാൻ എന്നേക്കുമായി സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം ഒരു അവകാശം. ശ്രീ വേണാട്ടിൽ ഗോദവർദ്ധന മാർത്താണ്ഡൻ എന്ന ഞാൻ ഈ പട്ടയത്തിന് സാക്ഷ്യം. വേണാട് വലിയ നാട്ടിൽ കോടഗിരി കണ്ഠൻ എന്ന ഞാൻ സാക്ഷ്യം. ഏരാള നാട്ടിൽ മാനവപാല മാനുവീയൻ ഞാൻ
സാക്ഷ്യം. വള്ളുവനാട്ടിൽ ഇരയൻ ചാത്തൻ ഞാൻ സാക്ഷ്യം. നെടുംഭൂതയ്യൂർ നടയിൽ കോടൈ ഇരവി ഞാൻ സാക്ഷ്യം. കെയ്പ്പാറു നായകത്തിൽ മുരുകൻ ചാത്തൻ ഞാൻ സാക്ഷ്യം. ഇത് പോരനായ കോയരായ കേളപ്പൻ കയ്യെഴുത്ത്. കൊത്തിയത് വന്നശ്ശേരി കണ്ടപ്പൻ. എത്ര മനോഹരമായ ഒരു ഉടമ്പടിയാണ് രാജാവ് എഴുതി കൊടുത്തത്. ഈ ചെപ്പേടുകളുടെ ചരിത്രം ഒന്ന് നോക്കിയാൽ വളരെ രസകരമാണ്. 1545 വരെ സുറിയാനി പിതാവായിരുന്ന മെത്രാപ്പോലിത്ത ആയിരുന്ന മാർ യാക്കോബിൻ്റെ കൈവശമായിരുന്നു ഇത്. അദ്ദേഹമായിരുന്നു അന്ന് മലങ്കര മെത്രാപ്പോലിത്ത. അദ്ദേഹത്തെ കത്തോലിക്കരായ ഫ്രാൻസിസ്കൻ മിഷനറിമാർ നിർബന്ധപൂർവം അവരുടെ ഡെയറായിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു കൊച്ചിയിൽ. അദ്ദേഹം തൻ്റെ ആയുസിൻ്റെ അവസാനത്തെ 20 വർഷക്കാലം അവിടെ താമസിച്ച് അവിടെ മരിക്കുകയായിരുന്നു. പക്ഷേ ആ കാലത്ത് എപ്പോഴോ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മരണം അടുക്കാറായ സമയത്തായിരിക്കണം, മിഷനറിമാർ ഈ ചെപ്പേടുകൾ കൈക്കലാക്കി. അത് 2 എണ്ണം ഉണ്ടായിരുന്നു. അത് അവരുടെ വിവരണത്തിൽ തന്നെ ചെമ്പ് കൊണ്ടുള്ളതായിരുന്നു, വളരെ പഴകിയതും പൊടിയാൻ തുടങ്ങുന്നതുമായിരുന്നു എന്ന് അവർ എഴുതിയിരിക്കുന്നു. അവർ ആദ്യമേ ചെയ്തത് ഒരു തട്ടാനെ വിളിച്ച് ഇതിൻ്റെ ഒരു പകർപ്പ് എടുപ്പിച്ചു. അതിനുശേഷം പലരോടും ചോദിച്ചു, ഇത് ആർക്കിത് വായിച്ച് പൊരുൾ തിരിക്കുവാൻ സാധിക്കും? സുറിയാനിക്കാർക്ക് ആർക്കും അതിന് സാധിച്ചില്ല. അതുകൊണ്ട് അവർ അസൽ ആയത് അവരുടെ കൈവശം വെച്ച് കോപ്പി ഒരു യഹൂദനെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിനും ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം ചെയ്തത് വായ്മൊഴിയായി സുറിയാനിക്കാരുടെ കയ്യിൽ നിന്നും അവരുടെ സുറിയാനി കുടിയേറ്റത്തെപ്പറ്റിയും ഒരുമിച്ച് ചേർന്നുള്ള ജീവിതത്തെപ്പറ്റിയും കഴിഞ്ഞ 1000 വർഷത്തെ ചരിത്രങ്ങളെപ്പറ്റിയും ചോദിച്ചു മനസ്സിലാക്കി. ഈ പട്ടയത്തിൻ്റെ കാര്യം പ്രത്യേകിച്ചും എന്തായിരിക്കാം ഇതിനുള്ളിലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം അങ്ങനെ ദീർഘമായ ഒരു ലേഖനം എഴുതി ഈ ഫ്രാൻസിസ്കൻ മിഷനറിമാർക്ക് കൊടുത്തു. നമ്മൾ പിന്നെ പോർച്ചുഗീസുകാരുടെ കാലത്ത് കാണുന്ന ചരിത്രത്തിലെല്ലാം ഈ യഹൂദനായ ഇദ്ദേഹം എഴുതിയ ദീർഘമായ ചരിത്രമാണ് പട്ടയത്തിലുള്ളത് എന്ന് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഒരിക്കലും ന്യായമാകുവാൻ സാധിക്കില്ല. കാരണം അത്ര ദീർഘമായ ഒരു ഡോക്യുമെൻ്റ് ഈ 3 ചെറിയ ചെമ്പ് തകിടിന്മേൽ കൊത്തി എഴുതുവാൻ സാധിക്കുകയില്ലല്ലോ. ഏതായാലും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അസൽ കോപ്പി ഫ്രാൻസിസ്കൻ മിഷനറിമാർ ഒന്നുകിൽ അവരുടെ ദേശത്തേക്ക് കൊണ്ടുപോയിരുന്നിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും അത് നഷ്ടപ്പെട്ടു പോയിരിക്കാം. നമുക്കറിയാവുന്നത് ഒരേ ഒരു വസ്തുതയേ ഉള്ളൂ. 1545 ശേഷം അസൽ കോപ്പി കൊച്ചി എന്ന് പറയുന്ന പട്ടണത്തിലെ പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം ഓഫീസുകളിൽ നിന്നും ഇത് അപ്രത്യക്ഷമായതായി പോർച്ചുഗീസ് ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ യഹൂദന് കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഒന്നാമത്തെ കോപ്പി അദ്ദേഹം കയ്യിൽ വെച്ചിരുന്നു. അത് ഡച്ചുകാർ വന്നപ്പോൾ അവരുടെ കമാൻഡർ എന്ന് പറയുന്ന ഒരു ദേഹം ഇത് പോയി കാണുകയും ഇതിനെ തർജ്ജമ ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റ് 1-2 പണ്ഡിതന്മാരും ഇത് കാണുകയുണ്ടായി. അവർക്കാർക്കും ഇതിൻ്റെ തർജ്ജമ ചെയ്യാൻ ഒത്തില്ല. ഏകദേശം 300 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1831 മാത്രമാണ് ഈ ചാൾസ് വിഷ്, ഹെർമൻ ഗുണ്ടർട്ട് മുതലായവർ ഇത് തർജ്ജമ ചെയ്തത്. ഈ 3 പേരുടെയും ഭാഷാ വിദഗ്ധത കൊണ്ട് ഇത് ഒന്നാണെന്ന് കാണുവാൻ സാധിച്ചു. ചാൾസ് വിഷ്, വേറെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ഇതിൻ്റെ പകർപ്പ് ഈ ചെരമാൻ പെരുമാൾ രാജാവ് തന്നെ ഈ പട്ടയത്തിൻ്റെ ഒരു പകർപ്പ് കല്ലിന്മേൽ കൊത്തി തിരുവണ്ണൂർ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ കമഴ്ത്തിയിട്ട്, സുറിയാനിക്കാർക്ക് ഇത് എന്നേലും നഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഇത് തർക്കമുയർത്തിയാൽ ഈ കല്ല് തിരിച്ചിട്ട് ഇത് ഒന്നുകൂടെ ചെക്ക് ചെയ്യുവാൻ സാധിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തിരുന്നു. ചാൾസ് വിഷ് എന്ന് പറയുന്ന അദ്ദേഹം
ഒരുവൻ മാത്രമാണ് ഈ കല്ല് തപ്പിയെടുത്ത് കാണുകയും അത് മറിച്ചു നോക്കി അതിന്മേലുള്ള ലിഖിതവും പകർത്തി എഴുതി അതും തർജ്ജമ ചെയ്തപ്പോൾ അദ്ദേഹമാണ് പിന്നീട് എഴുതിയിരിക്കുന്നത് ഇത് രണ്ടും ഒന്ന് തന്നെയെന്ന്. അതുകൊണ്ട് ഇത് ശരിക്കും ക്നായ് തോമായ്ക്ക് കൊടുത്ത ചെപ്പേടുകൾ തന്നെ എന്ന നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. ഡച്ച് ഒഫീഷ്യൽസ് ഇത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് യഹൂദന്മാരുടെ ചെപ്പേടെന്ന് പറയുവാൻ സാധിക്കുന്നത് എന്ന് ഏഡ്രിയാൻ മോയൻസ് എന്ന് പറയുന്ന അവരുടെ ഒരു ഗവർണർ ചോദിക്കുന്നുണ്ട്. രണ്ടാമത് നമുക്ക് പ്രധാന ഒരു തെളിവുള്ളത് ബ്യുഖാനൻ 1805-6 വർഷങ്ങളിൽ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് ആരും യഹൂദന്മാരെ അദ്ദേഹം പോയി കാണുകയും സംസാരിക്കുകയും അവരുടെ പുരാതന രേഖകളൊക്കെ പരിശോധിക്കുകയും ചെയ്തു. പക്ഷേ തങ്ങളുടെ വശം ഒരു ചെപ്പേടുള്ളതായി അന്ന് അവർ പറയുകയാകട്ടെ അദ്ദേഹം അത് റെക്കോർഡ് ചെയ്യുകയായിട്ട് ചെയ്തിട്ടില്ല. ഈ ചരിത്രത്തെ വളച്ചൊടിക്കൽ ഉണ്ടായത് മുഴുവനും ഇതിന് ശേഷം, അതായത് 1850-കൾക്ക് ശേഷമാണ്. അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു വികല്പമുണ്ടായിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം നിർത്തട്ടെ. തീർച്ചയായും എൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ കോപ്പിയും ഞാൻ വായിച്ച് കേൾപ്പിച്ച തർജ്ജിമയും കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ വിഷയം ദ ബ്ലെസ്സഡ് സിറ്റി ഓഫ് എഡേസ. ക്നായ് തോമായും കൂട്ടരും ഈ 7 കുലത്തിൽപ്പെട്ട 72 വീട്ടുകാർ അവർ ഏത് പട്ടണം വിട്ടുപോകുന്നുവോ അതാണ് എഡേസ അല്ലെങ്കിൽ ഉറഹ. ഇത് എത്ര പ്രശസ്തി കേട്ടതും അനുഗ്രഹിക്കപ്പെട്ടതുമായ ഒരു പട്ടണമായിരുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇത് വളരെ ചുരുക്കത്തിൽ പറയുന്നു. ഇത് സുറിയാനി സഭയിൽ തന്നെ വളരെ പുരാതന കാലം മുതലേ ബഹുമാനം അർഹിച്ചുകൊണ്ടിരുന്ന ഒരു പട്ടണമായിരുന്നു. എഡേസ ഇസ് ദ സിറ്റി ഓഫ് കിങ് അബ്ഗാർ. അബ്ഗാർ എന്ന ഒരു രാജാവ് യേശുമിശിഹായുടെ കാലത്ത് എഡേസ ആസ്ഥാനമാക്കി ഭരിച്ചുകൊണ്ടിരുന്നു. ആ രാജാവ് യേശുവിന് ഒരു കത്തയച്ചു, തന്നെ വന്ന് തൻ്റെ രോഗത്തിൽ നിന്നും സുഖമാക്കണേ എന്ന് അപേക്ഷിച്ച്. അതിന് യേശു തമ്പുരാൻ ഒരാളെ കൊണ്ട് ഒരു മറുപടി അയപ്പിച്ചു. ആ മറുപടി രാജാവിന് കിട്ടുകയും രാജാവ് സുഖമാകുവാൻ കർത്താവിൻ്റെ ഒരു ശിഷ്യനെ അയക്കുവാൻ വാഗ്ദത്തം ചെയ്തിരുന്നത് കാത്തിരിക്കുകയും ചെയ്തു. അത് തന്നെയുമല്ല, കർത്താവ് ഒരു തുവാലയെ എടുത്ത് തൻ്റെ മുഖത്ത് അമർത്തി. അപ്പോൾ കർത്താവിൻ്റെ ഒരു ഛായ ആ തുവാലയിൽ പതിഞ്ഞിരുന്നു. ഇതും കൊടുത്താണ് ദൂതനെ തിരികെ വിട്ടത്. അതുകൊണ്ട് ഈ രാജ്യത്ത് കർത്താവിൻ്റെ എഴുത്തും കർത്താവിൻ്റെ ഒരു ഛായാപടവും ലഭിച്ചു. ആ എഴുത്തിനകത്ത് നീ എന്നെ കാണാതെ വിശ്വസിച്ചതുകൊണ്ട് നിന്റെ പട്ടണം ഒരു ശത്രുക്കളാലും കീഴടക്കുവാൻ സാധിക്കയില്ല എന്ന് കർത്താവ് ഒരു വാക്കും പറഞ്ഞിരുന്നു. അതുമൂലം കിങ് അബ്ഗാർ എന്ന രാജാവും അദ്ദേഹത്തിന് ശേഷം വന്ന രാജാക്കളും ഈ കർത്താവിൻ്റെ പടം അവരുടെ പട്ടണത്തിന് ചുറ്റുമുള്ള കോട്ടയുടെ വലിയ വാതിലിൻ്റെ മുകളിൽ കല്ലിന്മേൽ പതിപ്പിച്ചിരുന്നു. ഇത് അവർ വലിയ ഒരു നിധിയായി കണക്കാക്കിയിരുന്നു. ഈ ചരിത്രം പട്ടണത്തിൻ്റെ ചുറ്റുമുള്ള കോട്ടയുടെ മേൽ പതിപ്പിച്ചിരുന്നത് കണ്ടവർ എഴുതിയും അവരുടെ വിവരണം വായിച്ചും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമത് യൂസേബിയോസ് എഴുതിയിരിക്കുന്നു, സഭാചരിത്രകാരനായ യൂസേബിയോസ് 4-ാം നൂറ്റാണ്ടിൽ. രണ്ടാമത് എഗേറിയ എന്ന് പറയുന്ന ഒരു ഡയറക്കാരിയും എഡേസായിൽ പോകുകയും ഈ പട്ടണവാതിലിൻ്റെ മുകളിലുള്ളത് കാണുകയും ചെയ്തതായി അവരും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതുകൂടാതെ സുറിയാനി ഭാഷയുടെ സാഹിത്യവും ഭാഷയുടെ മതപരമായ അനേക തിയോളജിക്കൽ വേദശാസ്ത്രപരമായ പുസ്തകങ്ങളും മെമ്രാകളും എല്ലാം രചിക്കപ്പെട്ടതും അനേക പ്രബന്ധങ്ങൾ രചിപ്പിക്കപ്പെട്ടതും ഈ പട്ടണത്തിൽ വെച്ചാണ്. ഇതാണ് അവരുടെ ഉത്ഭവസ്ഥാനം. അത് മാത്രമല്ല, സുറിയാനി ക്രിസ്ത്യാനികൾക്ക് അന്ത്യോഖ്യ പട്ടണം കഴിഞ്ഞാൽ
രണ്ടാമതായി ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒരു പട്ടണവുമായിരുന്നു. ഇത് ഈ സമയത്ത് നമ്മൾ കഴിഞ്ഞ 2 പ്രാവശ്യത്തെ പ്രഭാഷണത്തിൽ കേട്ടതുപോലെ 345 അതായത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി രാജാധികാരം ക്രിസ്ത്യാനി എന്ന് പറയുന്ന മതത്തെ സംരക്ഷിക്കുവാൻ തുടങ്ങിയതിന് ഏകദേശം 20 വർഷത്തിന് ശേഷമാണ് ഈ കുടിയേറ്റമുണ്ടായത്. അതിനും ഒരു ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം, അതായത് കൃത്യമായി 363 മാർ അഫ്രേം എന്ന പ്രശസ്തനായ സുറിയാനിക്കാരൻ ഈ പട്ടണത്തിൽ വന്ന് താമസിക്കുവാൻ തുടങ്ങിയത്. അതുമൂലവും ഈ പട്ടണം വളരെ പ്രശസ്തി ആർജിച്ചു. ഈ വസ്തുതകൾ മൂലം എഡേസയെ അനുഗ്രഹീത നഗരം എന്ന് വിളിക്കപ്പെടുന്നു. ഇതിൽ എഡേസയിൽ നിന്നും വന്നവരായ ക്നായ്തോമയുടെ കൂടെ വന്നവരായ സുറിയാനിക്കാർക്ക് വളരെ അഭിമാനിക്കാവുന്നതാണ്. ഈ കുടിയേറ്റം മൂലം സുറിയാനി സഭയ്ക്ക് ഉണ്ടായ നേട്ടങ്ങൾ എന്താണെന്നുള്ളതാണ് ഈ മൂന്നാമത്തെ ഭാഗം. സ്വദേശികളും വിദേശികളുമായ ക്രിസ്ത്യാനികൾക്ക് ലൗകികവും ദൈവികവുമായ അനേകം നേട്ടങ്ങൾ ഈ കുടിയേറ്റം കൊണ്ടുണ്ടായി. നമ്മൾ ഒന്നാമത്തെ പ്രഭാഷണത്തിൽ കേട്ടതുപോലെ ലൗകികമായി ഇവർ നാശത്തിൻ്റെ വക്കിൽ ഇരിക്കുമ്പോഴാണ് മാർത്തോമാ ശ്ലീഹ പ്രത്യക്ഷപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന യൗസേപ്പ് മെത്രാനിൽ കൂടി ഇവർക്ക് സഹായമായി കുടിയേറ്റക്കാരെ അയച്ചത്. അതുകൊണ്ട് ലൗകികവും അതുമാത്രമല്ല ദൈവിക സഭയുമായുള്ള അനേകം നേട്ടങ്ങൾ രണ്ടു കൂട്ടർക്കും, അതായത് സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ഉണ്ടായി. വളരെ രാജകീയമായ ബഹുമതികളും ആനുകൂല്യങ്ങളും ചേരമാൻ പെരുമാൾ രാജാവ് 2 ജനത്തിനുമായി അനുവദിച്ചു കൊടുക്കുകയുണ്ടായി. മതം ആചരിക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യവും ഭയമില്ലാതെ ഒരു ക്രിസ്ത്യാനി സമൂഹമായി ജീവിക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യവും ആ രാജാവ് വളരെ മഹാമനസ്കതയോടെയും കനിഞ്ഞും അവർക്ക് നൽകി. അത് തന്നെയുമല്ല, ഒരു സ്ഥാനപ്പേരായി അവരെ നസ്രാണി മാപ്പിളമാർ എന്ന് വിളിക്കുകയും ചെയ്തു. ആ പേരിൽ അവർ പിൽക്കാലത്ത് മുഴുവനും ഇന്നയോളവും അറിഞ്ഞു വരികയും ചെയ്തു. പൊന്ന്, വെള്ളി, സ്പൈസസ് എന്നിവയിൽ കച്ചവടം ചെയ്യുവാൻ അവർക്ക് എക്സ്ക്ലൂസീവായിട്ടുള്ള അനുമതി കൊടുത്തു. അവർക്ക് മാത്രമായിട്ടുള്ള അനുവാദമായിരുന്നു ഇത്. ഇതിൽ അവരുടെ എല്ലാ കച്ചവട ഇടപാടുകളിലും ഉണ്ടാകുന്ന വരുമാനത്തിൽ നിന്നുള്ള കരവും രാജാവ് ഇളവ് ചെയ്തു കൊടുത്തു. ഇതെല്ലാം മൂലം ഈ ക്രിസ്ത്യാനി സമൂഹത്തിൽ, അതായത് പൊതുവെയുള്ള സമൂഹത്തിൽ ബഹുമാന്യ പദവിയും ശക്തിയും സമ്പൽ സമൃദ്ധിയും ആർജിച്ചു. അവരാകട്ടെ, ഈ ജനമാകട്ടെ, എപ്പോഴും രാജാവിനോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി വന്ന നാടുവാഴികളോടും ഭക്തിയും വിശ്വസ്തതയും പാലിച്ചു പോന്നും ഇരുന്നു. രണ്ടാമതായി ദൈവികമായ അനുഗ്രഹങ്ങൾ ഈ കൂട്ടർക്ക് ലഭിച്ചത് എന്തെന്നാൽ, സത്യസുറിയാനി സഭാ വിശ്വാസവും പ്രാർത്ഥനകളും കുർബാനയുടെ രീതിയും വേദപുസ്തകവും ആചാരങ്ങളും ഈ കുടിയേറ്റം മൂലമാണ് നാട്ടു ക്രിസ്ത്യാനികൾക്കും വിദേശ ക്രിസ്ത്യാനികളും ഒരുമിച്ചുള്ള സഭയ്ക്ക് ലഭിച്ചത്. വേണ്ടപ്പോഴെല്ലാം അന്ത്യോക്യയിൽ നിന്നും സഭയുടെ അധികാരികൾ അവർക്ക് വിശ്വാസത്തിന് അനുസരണമായ എല്ലാ കാര്യങ്ങളും നിവർത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്തുകൊണ്ടിരുന്നു. സുറിയാനിക്കാരായ പിതാക്കന്മാർ കൂടെ മലങ്കരയിലേക്ക് വന്നുകൊണ്ടും ഇരുന്ന് അവരെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഒരു സഭയ്ക്കും ഒരു ജനതയ്ക്കും ലഭിച്ചു വന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളും നേട്ടങ്ങളും ആയിരുന്നു എന്ന് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും.
ഇങ്ങനെ ഏഹ്, കഴിഞ്ഞു പോകുമ്പോൾ 1000 വർഷങ്ങൾക്ക് ശേഷമാണ് പോർച്ചുഗീസുകാർ 1498 നമുക്കറിയാവുന്നതുപോലെ വാസ്കോഡ ഗാമയുടെ വരവോടുകൂടി ആദ്യമായി വന്ന് നമ്മളെ ഇപ്രകാരമാണ് കണ്ടത്. ആ പ്രശസ്തിയുടെയും സമാധാനമായ ജീവിതത്തിൻ്റെയും എല്ലാം അടിസ്ഥാനമിട്ടത് ഈ രണ്ടാം സുറിയാനി കുടിയേറ്റം എന്നതിൽ വളരെയേറെ ഇതിനെപ്പറ്റി വായിക്കുകയും പഠിക്കുകയും ചെയ്തതിനു ശേഷം എനിക്ക് യാതൊരു സംശയവുമില്ല. ഇതിനാൽ തദ്ദേശികളായ ക്രിസ്ത്യാനികളും ഞാൻ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യാനികളും വിദേശത്തു നിന്ന് വന്നവരും ഒരുപോലെ നമ്മുടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ 3 സംഭാഷണങ്ങളിലെയും കേട്ടിരുന്നതിന് വളരെ നന്ദി. ഇനിയും അടുത്ത സംഭാഷണങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതിലേക്കും നിങ്ങൾ വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എല്ലാവർക്കും നമസ്കാരം.